മറ്റൊരു വാർത്ത, നടൻ ദുൽഖർ സൽമാന്റെ വേഫെറർ ഫിലിംസിന്റെ പേരിൽ കാസ്റ്റിംഗ് കൗച്ചിനിരയായെന്ന പരാതിയുമായി യുവതി. അസോസിയേറ്റ് ഡയറക്ടർ ദിനിൽ ബാബുവിനെതിരെയാണ് പരാതിയെ തുടർന്ന് വേഫെറർ ഫിലിംസ് തന്നെ ദിനിൽ ബാബുവിനെതിരെ തേവര പോലീസ് സ്റ്റേഷനിലും ഫെഫ്കയ്ക്കും പരാതി നൽകി. സിനിമയിൽ അഭിനയിക്കാനെന്ന പേരിൽ വിളിച്ചു വരുത്തി കയറി പിടിച്ചുവെന്നാണ് ദിനിൽ ബാബുവിനെതിരെയുള്ള ആരോപണം. ഞാൻ പറഞ്ഞു ഡോർ എന്തിനാ ലോക്ക് ചെയ്തേ എന്ന് ചോദിച്ചപ്പോഴാണ് ആൾ എൻ്റെ അടുത്ത് ഡോർ എന്തിനാ ലോക്ക് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ആളുടെ അടുത്ത് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഹസ്ബൻഡിന് മെസ്സേജ് അയക്കുന്നുണ്ട്, എടാ എനിക്ക് പേടിയാവുക, നീ കയറി വാ, പെട്ടെന്ന് കയറി വാ, 304 നമ്പർ റൂമിലാണെന്നും പറഞ്ഞ് വിളിച്ച് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളെന്നെ പുറകിൽ നിന്ന് ഇത് ചെയ്ത്. അപ്പോൾ ഞാൻ തട്ടി മാറ്റിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ ആൾ സമ്മതിക്കുന്നില്ല. ആളിങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, എന്താ നിനക്ക് ഇനി സിനിമയിൽ, മലയാള സിനിമയിലൊന്നല്ല, സിനിമയിലേ ഇതുണ്ടാവില്ല, ഇതിന് നിന്നില്ലെങ്കിൽ നീ അല്ലെങ്കിൽ എനിക്ക് വേറെ ഇഷ്ടം പോലെ പെണ്ണുങ്ങളുണ്ട്, പക്ഷേ എന്താ പറയുക, നീ ഇപ്പോൾ വന്ന സ്ഥിതിക്ക് എനിക്ക് വഴങ്ങിയേ പറ്റുള്ളൂ എന്നാണ് ആൾ പറയുന്നത്. എന്നാൽ ഈ പരാതി വ്യാജമാണെന്നും നടന്നത് ഹണി ട്രാപ്പിനുള്ള ശ്രമമാണെന്നും അസോസിയേറ്റ് ഡയറക്ടർ ദിനിൽ ബാബു വീഡിയോ സന്ദേശത്തിലൂടെ പ്രതികരിക്കുകയും ചെയ്തു. ഇപ്പോൾ ചാനലിലും സോഷ്യൽ മീഡിയയിലും എനിക്കെതിരെ അലിഗേഷൻ നടക്കുന്നുണ്ട്, ഞാനൊരു കാസ്റ്റിംഗ് കൗച്ച് നടത്തിയെന്ന് പറഞ്ഞിട്ട്. അതിൽ ഒരു റെപ്യൂട്ടഡ് കമ്പനിയുടെ പേര് യൂസ് ചെയ്തെന്ന് പറയുന്നു. ഞാൻ ആ കമ്പനിയേക്കല്ല വിളിച്ചത്, അവരെന്നോട് എവിടെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ കമ്പനിയുടെ ലാൻഡ്മാർക്ക് മാത്രമേ ഞാൻ പറഞ്ഞു കൊടുത്തുള്ളൂ. അവരിങ്ങോട്ട് വിളിച്ചതാണ്, അതിൻ്റെ ഫുൾ തെളിവ് എൻ്റെ അടുത്തുണ്ട്. അതുമാത്രമല്ല അവർ ഒരു ഹണി ട്രാപ്പിന് വേണ്ടി ചെയ്തതും എന്നോട് കാശ് ചോദിച്ചതിനും തെളിവ് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഞാൻ കാശ് കൊടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ ഈ കേസ് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ മൂലം അങ്ങനത്തെ ഒരു കമ്പനിക്ക് ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷെ ഇവർ മാത്രമല്ല, ഇവരുടെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളതും അതിൻ്റെ ഫുൾ തെളിവ് എൻ്റെ അടുത്തുണ്ട്. അത് ഞാൻ എന്തായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. കാരണം നമ്മുടെ ഇവിടുത്തെ പോലീസും നിയമവും നമുക്ക് വേണ്ടി നിൽക്കുന്നതാണ്. അതുകൊണ്ട് എന്തായാലും ഞാൻ അത് കൊണ്ടുവന്നിരിക്കും. അത് ആണ് പറയാനുള്ളത്. ദിനിലിന്റെ ആരോപണങ്ങൾ തള്ളിയ യുവതി വേഫെറർ ഫിലിംസിന്റെ ഓഫീസിലേക്ക് ദിനിൽ വിളിച്ചു വരുത്തുന്ന ഓഡിയോ സന്ദേശം പുറത്തുവിടുകയും ചെയ്തു. ഇന്ന് വരാൻ പറ്റും. ഇന്നലെ ഭയങ്കര ലേറ്റ് ആയതുകൊണ്ട് പിന്നെ വിളിക്കാതിരുന്നതേ. എവിടെയുണ്ട്? ഞാനിപ്പോ വീട്ടിലാണല്ലോ. വീടെന്ന് പറയുമ്പോ എടപ്പള്ളിയാണ്. എടപ്പള്ളി അല്ലേട്ടാ, ഇവിടെ വടുതല. ആയിക്കോട്ടെ, പനമ്പള്ളി വരാൻ പറ്റുമോ? വേഫെയർ ഓഫീസിന്റെ അവിടെ. അപ്പൊ എന്തിന്റെ ഇത് സംസാരിക്കാനേട്ടാ? പടത്തിന്റെ ഇതേ ഞാൻ ഇന്നലെ ഭയങ്കര ലേറ്റ് ആയതുകൊണ്ട്, പിന്നെ പെണ്ണുങ്ങളല്ലേ ലേറ്റ് ആയിട്ട് മോശമല്ല. അപ്പൊ ഇന്ന് വന്നാ നമുക്കൊരു 2 hours 3 hours മാക്സിമം. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം സൗത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. നവമി ദിനേശ് വിവരങ്ങളുമായി ചേർന്നു. നവമി, ദിനിൽ ബാബു ഏതു തരത്തിലുള്ള വിശദീകരണം പറഞ്ഞാലും വേഫെറർ തന്നെ ദിനിലിനെതിരെ പരാതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം, ഓഡിയോ സന്ദേശം പുറത്തു വരികയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും സിനിമാ നയങ്ങളും നിയമങ്ങളും ഒക്കെ കർശനമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി വളരെ ഗൗരവകരമായിട്ട് തന്നെ പോലീസ് എടുക്കുന്നു ഈ വിഷയം എന്നാണോ മനസ്സിലാക്കേണ്ടത്? അവർണ എന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ വേഫെറർ ഫിലിംസ് എന്തായാലും ഈ ദിനിൽ ബാബുവിനെ തള്ളി രംഗത്തെത്തുകയും ചെയ്തു. ദിനിൽ ബാബു ഇതുമായി ബന്ധപ്പെട്ട്, ഈ വേഫെറർ കമ്പനിയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഇങ്ങനെ ഈ കാസ്റ്റിംഗ് അല്ലെങ്കിൽ സിനിമയിലേക്ക് അഭിനയിക്കാൻ ആളുകളെ ഏർപ്പെടുത്തുവാൻ, അഭിനയിക്കുന്നതിന് വേണ്ടി ആരെയും ഏർപ്പെടുത്തിയിട്ടുമില്ല. അത് ദുൽഖർ സൽമാന്റെയോ അല്ലെങ്കിൽ വേഫെറർ ഫിലിംസിന്റെയോ സോഷ്യൽ മീഡിയയിൽ തന്നെ ആയിരിക്കും അതിന്റെ കോളുകൾ ഉണ്ടാകുക. എന്തായാലും ദിനിൽ ബാബുവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ ദിനിൽ ബാബുവിനെതിരെ സൗത്ത് പോലീസിനും അതോടൊപ്പം തന്നെ ഫെഫ്കയ്ക്കുമാണ് വേഫെറർ ഫിലിംസ് പരാതി നൽകിയിരിക്കുന്നത്. നവമി, ഇതിൽ 2 പരാതി. ഒന്ന് ഈ കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ളൊരു പരാതി, അതിൽ ദിനിൽ നടത്തുന്ന വിശദീകരണം ഒരു വശത്ത്, ഒപ്പം വേഫെററിന്റെ പരാതി മറ്റൊന്ന്, അതായത് വേഫെറിന്റെ പേര് ഇതിനകത്ത് ഉപയോഗിച്ചു എന്നുള്ളത്. താൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് ദിനിൽ വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിലും ഓഡിയോ സന്ദേശത്തിൽ മറ്റൊരു രീതിയിലാണ്. അങ്ങനെ 2 പരാതി നിൽക്കുന്നുണ്ട് ഇതിനകത്ത്, അല്ലേ? അതെ അപർണ, ഇതിൽ ആ പെൺകുട്ടി പുറത്തുവിട്ട ചാറ്റിലടക്കം കൃത്യമായി തന്നെ വേഫെറർ ഫിലിംസിന്റെ അഡ്രസ് ഈ ദിനിൽ ബാബു അയച്ചു കൊടുക്കുന്നുണ്ട്. ഒപ്പം ഈ ഓഡിയോ സന്ദേശത്തിലും ദിനിൽ ബാബു വേഫെറർ ഫിലിംസിന്റെ ഓഫീസിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നതും കൃത്യമായി തന്നെ പെൺകുട്ടിയുടെ കയ്യിലെ രേഖകൾ അടക്കമുണ്ട്. ഇത് പോലീസിന് കൈമാറുകയും ചെയ്തു. 11-ാം തീയതിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. വൈകുന്നേരത്തോടുകൂടി, അതായത് ഒരു 7:30 മണിയോടുകൂടി ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. ദിനിൽ ബാബുവിൽ നിന്നും മുൻപും ദിനിൽ ബാബുവിന്റെ പെരുമാറ്റത്തിൽ ചില
മോശമായി തോന്നിയത് കൊണ്ട് തന്നെ യുവതി തന്റെ ഭർത്താവ് ഒപ്പമാണ് അവിടേക്ക് ചെന്നത്. ആ വേഫറിന്റെ ഓഫീസിൽ തന്നെ, പക്ഷെ മറ്റൊരു ബിൽഡിങ്ങിലേക്കാണ്, മറ്റൊരു റൂമിലേക്കാണ് തന്നെ കൂട്ടിക്കൊണ്ടുപോയതെന്ന് പെൺകുട്ടി പറയുന്നുണ്ട്. പിന്നീടാണ് ഇത്തരത്തിൽ മോശമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടായത്. അപ്പോൾ തന്നെ ഭർത്താവിന് മെസ്സേജ് അയച്ച് വേഗം മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഭർത്താവ് വന്നതോടുകൂടിയാണ് താൻ രക്ഷപ്പെട്ടത് എന്നുകൂടി പെൺകുട്ടി പറയുന്നുണ്ട്. അന്ന് ദിവസം വൈകിട്ടാണ്, അതായത് ഈ സംഭവം നടന്നതിന് ശേഷം അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി പെൺകുട്ടി പരാതി നൽകുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വേഫർ ഫിലിംസും അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. എന്താണ് ഈ യുവാവ് പറയുന്നത്, ഈ ആരോപണ വിധേയനായ ദിലീപ് ബാബു പറയുന്നത്, യുവതി തന്നെ ഹണി ട്രാപ്പിൽ കുടുക്കാനാണ് ശ്രമിച്ചത്. ഇതിനുശേഷം ഈ സംഭവം നടന്നു എന്ന് പറയുന്നതിന് ശേഷം തന്നെ വിളിച്ച് പണം ആവശ്യപ്പെട്ട് പണം നൽകിയില്ലെങ്കിൽ തന്നെ കള്ളക്കേസിൽ കൊടുക്കും, പീഡന പരാതി നൽകുമെന്ന് പെൺകുട്ടി പറഞ്ഞതായും ദിനിൽ പറയുന്നുണ്ട്. പക്ഷെ പെൺകുട്ടി ഇതിനെ പൂർണ്ണമായും തള്ളുന്നുണ്ട്. തന്നെയാണ് ഒരു സുഹൃത്ത് മുഖേന തന്നെയാണ് ദിനിൽ ബന്ധപ്പെട്ടത്. അതിനുശേഷം ഇത് പരാതി നൽകാതിരിക്കാൻ 1.5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു എന്ന് പെൺകുട്ടി പറയുന്നുണ്ട്. പക്ഷെ തനിക്ക് ആ പണം വേണ്ട, പകരം ഒരു മാപ്പ് പറഞ്ഞാൽ ചിലപ്പോൾ ഈ പരാതിയുമായി താൻ മുന്നോട്ട് പോകില്ലായിരുന്നു എന്നുകൂടി പെൺകുട്ടി ആവർത്തിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ദിനിലിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള നിലപാടുണ്ടായതിനെ തുടർന്ന് തന്നെയാണ് പരാതിയുമായി അല്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ പെൺകുട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും യുവതിയുടെ പരാതിക്ക് പുറമെ വേഫർ ഫിലിംസും ദിനിൽ ബാബുവിനെതിരെ പരാതി നൽകിയിരിക്കുന്നു. ഒരു ഇടവേള കൂടി.